ഹായ് ഫ്രണ്ട്സ്, ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാട്ടോ. രാവിലെ തന്നെ പച്ചക്കറി വാങ്ങാൻ പോയി. 2 ദിവസം മുന്നേ പോയതാ. അന്ന് മീനും വാങ്ങി തിരിച്ചു വന്നു. ഇപ്പോൾ നോക്കിയപ്പോൾ ഫ്രിഡ്ജിൽ ഒരു പച്ചക്കറി ഇല്ല. ചിക്കൻ ഇരിപ്പുണ്ട്, അത് വെക്കാൻ ഉള്ളിയില്ല. പിന്നെ മക്കളെ സ്കൂളിൽ വിട്ട് നേരെ അങ്ങോട്ടേക്ക് പോയി. രാവിലെ തന്നെ ചൂട് തുടങ്ങി കേട്ടോ. ഇതാണ് ഞങ്ങൾ പച്ചക്കറി വാങ്ങുന്ന കട. സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നേ ഉള്ളൂ. ഈ പച്ചക്കറികളെല്ലാം എത്തുന്നത് പല പല ഗ്രാമങ്ങളിൽ നിന്നാണ്. കഴിഞ്ഞ വ്ളോഗിൽ കണ്ടില്ലേ അമ്മച്ചിമാർ കൊട്ടയിൽ കൊണ്ടുവരുന്നത്. ഞങ്ങളിന്ന് ക്യാപ്സിക്കവും ഒടിയും പയറും പിന്നെ കുറച്ച് പീച്ചിങ്ങയും വാങ്ങി. ഉള്ളി മറന്നിട്ടില്ല കേട്ടോ. ദേ നോക്കി, എല്ലാം നല്ല ഫ്രഷ് സാധനങ്ങളാണ്. നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. നാട്ടിലാന്നേ കടക്കാർ തന്നെ പറക്കി സഞ്ചിക്കാത്തിട്ട് തന്നുവിടും. വീട്ടിൽ വന്ന് നോക്കുമ്പോൾ വെണ്ടയ്ക്കൊക്കെ നമ്മളെക്കാളും പ്രായം കാണും. പച്ചക്കറിയൊക്കെ വാങ്ങി നേരെ വീട്ടിൽ വന്ന് ചിക്കൻ കറി വെക്കാനുള്ള പണി തുടങ്ങി കേട്ടോ. ലക്കി വന്നു കഴിഞ്ഞാൽ ഒരു പണിയും നടക്കത്തില്ല. മോള് കുറച്ച് വൈകിയാണ് വരുന്നത്. ചോറും കറിയൊക്കെ ആയപ്പോൾ ലക്കിയുടെ വണ്ടി വരാനുള്ള സമയമായി. പിന്നെ അവനെ കൂട്ടാൻ പോയി. വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആൾക്കിന്ന് സ്കൂളിൽ നടന്ന ഒരു കൂട്ടം കാര്യങ്ങൾ കാണും പറയാൻ. ഇന്നൊരു പുതിയ മാം വന്നെന്ന് മാമിനോട് പേര് ചോദിച്ചിട്ട് പറഞ്ഞില്ല എന്ന്. ആ പരാതിയാണ് ഈ പറയുന്നത്. വീടെത്താൻ കുറച്ച് ദൂരമുണ്ട് കേട്ടോ. അതുവരെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയാൻ കാണും. നല്ല വെയിൽ, സഹിക്കാൻ പറ്റാത്ത ചൂടാണ് കേട്ടോ. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കുറേ സമയം കളിയും ബഹളവും തന്നെ. ബാഗ് പോലും ഊരാതെ കിടന്ന് അഭ്യാസം കാണിക്കുന്നത് കണ്ടോ. ഇന്ന് ചോറിനൊപ്പം ഉരുളക്കിഴങ്ങ് തീയലും ചിക്കൻ കറിയും ആയിരുന്നു കേട്ടോ. ഇതെൻ്റെ അടീനിയമാണ് കേട്ടോ. ഗ്രാഫ്റ്റ് ചെയ്തതാ ഞാൻ. ഞങ്ങൾ പുറത്തു പോയപ്പോൾ ഈ ഡബിൾ പെറ്റലിൻ്റെ ഒരു തണ്ട് കിട്ടിയതാ. ഞാനത് നാടനിൽ സെറ്റ് ചെയ്ത്. എൻ്റെ അടുത്ത് ഇതിൻ്റെ വേറെയും വെറൈറ്റികളുണ്ട് കേട്ടോ. അതൊക്കെ നാട്ടിലാണ്. ഈ പൂവ് 4-5 ദിവസം കൊഴിയാതെ നിൽക്കും. നല്ല ഭംഗിയാണ്. ഈ ചെടിക്ക് വലിയ കെയറിംഗ് ഒന്നും വേണ്ട ഇതിനെപ്പറ്റി മനസ്സിലാക്കി കഴിഞ്ഞാൽ. ഒരു സമയത്ത് നല്ല വിലയുള്ള ചെടിയായിരുന്നത്. ഇപ്പോൾ ഒരുപാട് വില കുറഞ്ഞു. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.